വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 10-ാം അധ്യായം 27 മുതൽ 30 വരെയുള്ള വാക്യങ്ങൾ. എൻ്റെ ആടുകൾ എൻ്റെ സ്വരം ശ്രവിക്കുന്നു, എനിക്കവയെ അറിയാം, അവ എന്നെ അനുഗമിക്കുന്നു. ഞാൻ അവയ്ക്ക് നിത്യജീവൻ നൽകുന്നു, അവ ഒരിക്കലും നശിച്ചു പോവുകയില്ല. അവയെ എൻ്റെ അടുക്കൽ നിന്ന് ആരും പിടിച്ചെടുക്കുകയുമില്ല. അവയെ എനിക്ക് നൽകിയ എൻ്റെ പിതാവ് എല്ലാവരെയുംകാൾ വലിയവനാണ്. പിതാവിൻ്റെ കയ്യിൽ നിന്ന് അവയെ പിടിച്ചെടുക്കുവാൻ ആർക്കും സാധിക്കുകയില്ല. ഞാനും പിതാവും ഒന്നാണ്. പ്രതിഷ്ഠയുടെ തിരുനാൾ അഥവാ ദീപങ്ങളുടെ തിരുനാൾ എന്ന് വിളിക്കപ്പെട്ടിരുന്ന ദിവസങ്ങളിലാണ് ഇത് നടന്നത്. അന്ത്യോക്യസ് എപ്പിഫാനസ് ദേവാലയം അശുദ്ധമാക്കിയ ശേഷം യൂദാസ് മക്കബിയൂസും കൂട്ടരും അവരെ തോൽപ്പിക്കുകയും ദേവാലയം ശുദ്ധീകരിക്കുകയും ചെയ്തു. ഡിസംബർ മാസം 25-ാം തീയതിയാണ് പുനഃപ്രതിഷ്ഠ നടത്തിയത്. എല്ലാ വർഷവും ആ തീയതിയിൽ ഇത് ആഘോഷിക്കുവാനും തീരുമാനമായി എന്ന് മക്കബായരുടെ 1-ാം പുസ്തകം 4-ാം അധ്യായം 36 മുതൽ 59 വരെയുള്ള വാക്യങ്ങളിൽ നാം വായിക്കുന്നു. 8 ദിവസത്തേക്ക് നീണ്ടു നിൽക്കുന്ന തിരുനാളായിരുന്നു അത്. 8 ദിവസങ്ങളിലും ദേവാലയത്തിൽ ബലിയർപ്പണം നടക്കുമായിരുന്നു. പച്ചക്കൊമ്പുകളും പനയോലകളും വഹിച്ചുകൊണ്ട് സങ്കീർത്തനങ്ങൾ ആലപിക്കുന്നത് തിരുനാളിൻ്റെ ഭാഗമായിരുന്നു. ഭവനങ്ങളുടെ മുൻപിൽ ദീപങ്ങൾ തെളിയിക്കുന്ന പാരമ്പര്യവും ഉണ്ടായിരുന്നു. അങ്ങനെ ആഹ്ലാദം നിറഞ്ഞു നിൽക്കുന്ന മഹോത്സവത്തിൻ്റെ പശ്ചാത്തലത്തിൽ ദേവാലയത്തിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് യേശു സ്വയം വെളിപ്പെടുത്തുമ്പോൾ യഥാർത്ഥ ദേവാലയത്തിൻ്റെയും പുനഃപ്രതിഷ്ഠയുടെയും അർത്ഥം അവിടെ തെളിയുകയായിരുന്നു. യേശു ദേവാലയത്തിനുള്ളിൽ നിന്ന് ആധികാരികമായി പഠിപ്പിക്കുമ്പോൾ യഹൂദ പ്രമാണികൾ ആകെ അസ്വസ്ഥരായി. താൻ നല്ല ഇടയനാണെന്ന് യേശു പ്രഖ്യാപിക്കുമ്പോൾ യേശുവിനെക്കുറിച്ച് അവർക്ക് സംശയങ്ങൾ വർദ്ധിക്കുകയും താൻ ക്രിസ്തുവാണെങ്കിൽ അത് വ്യക്തമായി പ്രഖ്യാപിക്കുവാൻ അവർ ആവശ്യപ്പെടുകയും ചെയ്യുന്നു. യേശു അവർക്ക് മറുപടി നൽകുമ്പോൾ അവരുടെ അവിശ്വാസത്തിനാണ് ഊന്നൽ കൊടുക്കുന്നത്. പിതാവിൻ്റെ കയ്യിൽ നിന്ന് ആടുകളെ പിടിച്ചെടുക്കുവാൻ ആർക്കും സാധ്യമല്ല എന്ന് പറയുന്നതിൻ്റെ അർത്ഥം യേശുവിൻ്റെ കരങ്ങളിൽ നിന്ന് ആടുകളെ പിടിച്ചെടുക്കുവാൻ ആർക്കും സാധിക്കുകയില്ല എന്നാണ്. കാരണം യേശുവും പിതാവും ഒന്നാണ്. പിതാവിൻ്റെ ജീവിക്കുന്ന സാന്നിധ്യമാണ് യേശു. പിതാവിനെ വെളിപ്പെടുത്തുന്നവനാണ് യേശു. യേശുവിൻ്റെ പ്രവർത്തനങ്ങളെയെല്ലാം അടയാളങ്ങളായി നാം കാണുന്നു. വിശ്വസിക്കുന്നവർക്ക് യേശുവും പിതാവും തമ്മിലുള്ള ബന്ധവും വ്യക്തമാകും. പരസ്പരം വസിക്കലാണ് ഈ ബന്ധത്തിൻ്റെ അടിസ്ഥാനം. യേശു നല്ല ഇടയനാണ് എന്ന് ഏറ്റുപറയുന്നതോടൊപ്പം നമ്മുടെ ജീവിത മനോഭാവങ്ങളും പരിവർത്തന വിധേയങ്ങളാകണം. യഹൂദരുടെ പ്രതികരണവും എൻ്റെ പ്രതികരണ ശൈലിയും തമ്മിൽ സാമ്യമുണ്ടോ? ആടുകളുമായുള്ള ബന്ധത്തിൽ നല്ല ഇടയനുള്ള മനോഭാവങ്ങൾ നമ്മുടെ പരിമിതമായ പ്രവർത്തന മണ്ഡലത്തിൽ എത്രമാത്രം ആവശ്യമാണ്? നല്ല ഇടയനായ ഈശോയെ, അങ്ങയുടെ ആട്ടിൻകൂട്ടത്തിലെ ഒരു നല്ല കുഞ്ഞാടാക്കി എന്നെ മാറ്റണമേ.